വീട്ടിലുള്ള മുതിർന്നവരുടെ അച്ഛനായാലും അമ്മയായാലും അവരുടെ കെയറിൽ എൽഡർലി കെയറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എൽഡർലി കെയറിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അവര് വീഴാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ്. അതായത് ഫാൾ പ്രിവെൻഷൻ ടെക്നിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം ഓരോ വീഴ്ചയും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വയസ്സായ അച്ഛനോ അമ്മയോ ഉള്ളവർക്ക് ഒരിക്കലും അവർ തട്ടിത്തടഞ്ഞ് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. അവർ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ അവര് നടക്കുന്ന വഴിയിൽ തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാനുള്ള സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, അതിൽ തട്ടിയോ വീഴുക. അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും മുതിർന്നവർ നടക്കുന്ന ഏരിയയിൽ അവരുടെ റൂമിലോ കോറിഡോറിലോ ഒന്നും വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ എൽഡർലി ആയ പീപ്പിൾസ് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഹാൻഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ ബാറുകൾ വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ ബാറിൽ പിടിച്ച് അവർക്ക് ഇരിക്കാനും എഴുന്നേക്കാനും വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബാത്റൂമിൽ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഈ ബാറുകൾ വെക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവർ നടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി നല്ല വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ഏരിയയിലും രാത്രി സമയത്തായാലും പകൽ സമയത്തായാലും നല്ല ലൈറ്റിംഗ് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് നോൺ സ്ലിപ്പറി ആയ ചപ്പൽസ് ആണ്, ചെരുപ്പുകളാണ് നൽകേണ്ടത്. വീട്ടിലായാലും ബാത്റൂമിലായാലും അവർക്ക് ഉപയോഗിക്കാൻ നോൺ സ്ലിപ്പറി ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ചെറിയ വീഴ്ചയും അവരെ നിത്യമായ ഒരു കിടപ്പ് രോഗിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള വീഴ്ചകളായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഈ മുതിർന്നവർ തട്ടിത്തടഞ്ഞ് വീഴില്ല, വീണ് അവർക്ക് ഒരു അപകടം വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ അവരെ പരിചരിക്കുന്നവർ 100% ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. എൽഡർലി കെയറിൽ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ആഹാരം. എൽഡർലി ആയ അവർക്ക് കൃത്യമായ നല്ല ന്യൂട്രീഷ്യസ് ആയ ഫുഡാണ് നൽകേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പയറുവർഗ്ഗങ്ങൾ, മുട്ട കഴിക്കുന്നവരാണെന്ന് മുട്ട, മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ, ഇതെല്ലാം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകം അവർക്ക് ഉൾപ്പെടുത്തേണ്ടതാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് 1 വീതം 3 നേരം എന്ന രീതിയിൽ ഭക്ഷണത്തിന് പകരം സെയിം ക്വാണ്ടിറ്റി ഫുഡ് തന്നെ ഒരു 6-7 തവണകളായി പല പല ഘട്ടങ്ങളിലായി ഇന്റർവെൽസ് കൂട്ടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഏത് ഫുഡ് കൊടുത്താലും അവർക്ക് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് അതായത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അവർക്ക് കഴിക്കാൻ കുറവാണ്. അതായത് അവർക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിലും ചെറിയ രീതിയിൽ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും കൂടുതൽ, ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ചക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരിയായ ഭക്ഷണം, നല്ല പോഷകാഹാരങ്ങൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷിക്ക് ശരിയായ ആഹാരം ഒരുപാട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ കൃത്യമായി നല്ല രീതിയിലുള്ള ആഹാരം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കെയറിൽ അതായത് മുതിർന്നവരുടെ പരിചരണത്തിൽ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ പല മരുന്നുകളുണ്ടാവും. അതായത് മെഡിക്കേഷൻ മാനേജ്മെന്റ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇതെല്ലാം കൃത്യമായി എങ്ങനെ കഴിക്കണം. അപ്പൊ കൃത്യമായ മരുന്നുകൾ കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് മരുന്നുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ പിൽ ഓർഗനൈസേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് രാവിലെ കഴിക്കേണ്ട മരുന്ന് രാവിലെ തന്നെ, ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്കും വൈകിട്ടുള്ളത് വൈകിട്ട് തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ മരുന്ന് കഴിക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് കഴിക്കേണ്ട സമയത്ത് മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പല രോഗങ്ങൾ അവർക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പല ഡോക്ടർമാരെ കാണുമ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് അവർ കഴിക്കുന്നത് എന്ന് കൃത്യമായി ഡോക്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സെയിം മരുന്നുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അപ്പൊ അവർക്ക് കഴിക്കേണ്ട മരുന്നുകൾ കൃത്യമായി സമയത്ത് കൊടുക്കുകയും അത് കൃത്യമായി, ഇപ്പൊ മുതിർന്നവർ ആരെങ്കിലും അവരെ സപ്പോർട്ടിന് ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്താണ് കൊടുത്തത് എന്ന് കൃത്യമായി നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പിൽ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത് പിൽ ഓർഗനൈസറിന് നല്ലൊരു സ്ഥാനം നൽകേണ്ടതുണ്ട്. അതിൽ
പില്ല് ഓർഗനൈസറിൽ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ള ടാബ്ലറ്റുകൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ കഴിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ എപ്പോഴും സ്ട്രിപ്പിൽ നിന്ന് എടുക്കുന്നേക്കാളും ഏറ്റവും നല്ലതാണ് പില്ല് ഓർഗനൈസർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് രോഗിയുടെ മരുന്നിനും പരിചരണത്തിനും ഒരു അപ്പുറത്തുമാണ് അവരോടുള്ള സംഭാഷണവും അവരോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുന്നത്. ഇത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും, അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് നൽകുന്നതാണ്. അപ്പോൾ എപ്പോഴും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനുമുള്ള സമയം മറ്റുള്ളവർ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും നല്ല വഴിയാണ് അവരുടെ എല്ലാ ദിവസവും കുറച്ചു നേരം അടുത്തിരുന്ന് സംസാരിക്കുക, അവരെ കയ്യിലൊന്ന് സ്പർശിക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുക. ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അവർക്ക് വീഴാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളോട് കൂടെ തന്നെ അവർക്ക് നല്ല സ്നേഹം കൊടുക്കാനും നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.